ഗൈസ്, പേഴ്സണലി ലൈഫിലുണ്ടൊരു ഇൻസിഡൻ്റ് ആണ്, ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും അർഹതപ്പെട്ടവർ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആലപ്പുഴ ജില്ല, ഇപ്പം എൻ്റെ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ കേട്ടിരിക്കുന്നത് 3 ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ്. അതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റുന്ന എക്സ്റേ, സ്കാനിങ്, പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്ററിങ് പരിപാടിയെല്ലാം ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളാണ് കായംകുളം, ഹരിപ്പാട്, വണ്ടാനം മെഡിക്കൽ കോളേജ്, അഥവാ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, വണ്ടാനം മെഡിക്കൽ കോളേജ്. ഇവിടുന്ന് മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആക്സസ് എളുപ്പമുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരിപ്പാടും വണ്ടാനവുമാണ്. ഒരു രോഗി വീണ് കാല് സീനായി അവരെ അത്യാഹിതത്തിൽ കൊണ്ടുപോയപ്പം ഹരിപ്പാട് ഹോസ്പിറ്റലിൻ്റെ സൂപ്രണ്ടെന്ന് പറയുന്നത് അങ്ങനെ എടുക്കണം. എനിക്ക് പറയാം, ഞാൻ ഈ പറയുന്നില്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്, ഒന്നുമല്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയുകയാണ്. ബേസിക്കായിട്ട് ഒരു മര്യാദ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പൈസ, ഞങ്ങൾ ഓരോരുത്തരും നികുതി അല്ലെ ആഹാരം കഴിക്കുന്നതിന് വരെ GST എന്ന് പറഞ്ഞ് മേടിക്കുന്ന പൈസയ്ക്കാണ് നീയൊക്കെ ശമ്പളം മേടിച്ചുണ്ടാക്കുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡൈപ്പർ മേടിക്കുന്നതിനകത്തൊന്നും വരെ GST മേടിച്ചാണ് ഗവൺമെൻറ് നിനക്കൊക്കെ ശമ്പളം തരുന്നത്. ബേസിക്കലി അത്രയും മനസ്സിലാക്കുക. ഒരു അറ്റൻഡറിനെ അത്യാഹിതത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല, എന്തോ ഹോസ്പിറ്റലാണ്, മെയിൻ ഹോസ്പിറ്റലുകളാണ് ആലപ്പുഴ ജില്ലയിൽ. ഹരിപ്പാടും കായംകുളത്ത്, ഞാൻ ഈ പറഞ്ഞത് മൊത്തം ഹരിപ്പാട് ഹോസ്പിറ്റലിലെ കാര്യമാണ്. ഞാൻ പോയ ഹരിപ്പാട് ഹോസ്പിറ്റലാണ്. കായംകുളത്ത് ഞാൻ പേഴ്സണലി പോയിട്ടില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇഷ്ടമുള്ള ഒരാളല്ല. ചിലപ്പം പറയായിരിക്കും എടാ അത് ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം വരുന്നത്. ഓക്കെ, എനിക്ക് അത് അവിടെ പോകുന്നത് എനിക്ക് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരു നെഗറ്റീവ് വൈബ്, അത് എൻ്റെ പേഴ്സണായിട്ടുള്ള കാര്യമാണ്. എൻ്റെ പുനടവുകയും ഞാൻ ഇവിടെ പോയി ആ രോഗിയും കൊണ്ട് അത്യാഹിതത്തിലോട്ട് സെക്യൂരിറ്റി പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ മാനുമില്ല, മാഞ്ചാതിയില്ല, ആരുമില്ല. അത്യാഹിതത്തിൻ്റെ ഹോൺ അടിക്കണ ഒരു അറ്റൻഡറെങ്കിലും വരണ്ടേടി. ഈ രോഗിയെ പിന്നെ ഞങ്ങൾ തന്നെ, ഞാനും എൻ്റെ കൂടെ വന്ന ആളും തന്നെ ഒരു വിധത്തിൽ നമ്മുടെ വീൽ ചെയറെ കയറ്റി ഇരുത്തി ഹോസ്പിറ്റലിനകത്തോട്ട് പോയി. ചീട്ടെടുക്കാൻ പറഞ്ഞ്, എവിടാ ചീട്ടെടുക്കുന്നതെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ടെന്ന് പറയുന്നത്, ഓടി തിരിച്ചു പോയി ചീട്ടെടുത്തുകൊണ്ട് വന്ന് ഡോക്ടറെ കാണാൻ വന്നപ്പം ഡോക്ടറിൻ്റെ നാടകമല്ല, തിരുവാതിര. അങ്ങനെ അങ്ങോട്ട് പോകുന്നു, അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു. അവിടെ വല്ല മാനോ മാഞ്ചാതിയോ പൂടയോ എങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അവിടെ ആ പടം 4, 3, 7 പേരുണ്ട് രോഗികളായിട്ട്. ആ ഡോക്ടർ കാണിച്ചത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ഡോക്ടറെ ഇന്നപോലൊരു സീരിയസ് ഇഷ്യൂ, ഒരു കാലം അവർ വീണ്, അവർ എന്താണെന്നറിയത്തില്ല, അവർക്ക് വേദന ഉണ്ടാവും, അവർ കരയുക. നമ്മൾ രോഗിയോട് പറയുന്ന ബൈസ്റ്റാൻഡർമാർക്ക് ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വരും. കാരണം ഇത് കാണുമ്പോൾ എങ്ങനെ രോഗി ഒന്ന് നോക്കി കയറി നമുക്കൊന്ന് ഫീൽ ചെയ്യണം. അങ്ങേര് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഏടൊക്കെ ഡോക്ടർമാരെ കൈവക്കി കാണിച്ചാൽ അങ്ങോട്ട് പോകും. രോഗിയും കൊണ്ട് നമ്മളോട് ഇരിക്കുമ്പോൾ നമുക്ക് കുരു കിട്ടുമില്ല. നിങ്ങൾ പറ, നിങ്ങളുടെ അച്ഛനെ അമ്മയല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ നിങ്ങളുടെ അയലത്തുള്ള ആൾക്കാരെയും കൊണ്ട് നിങ്ങൾക്ക് ഇൻസിഡൻറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുരു കിട്ടുമില്ല. ഒരു വട്ടമേശ, അതിൻ്റെ ചുറ്റും കുറേ ഡോക്ടർമാർ പോയി കണ്ട്. ഒരു ചേച്ചിയായിരുന്നു ആ ഡോക്ടർ. ഞാൻ ഈ പറഞ്ഞത് ഒരു ചേട്ടൻ, ആദ്യമേ ഒരുത്തനായിരുന്നു കേട്ടോ, ഒരുത്തനായിരുന്നു. അവൻ നീല ഷർട്ടിട്ടവൻ, അവനെ പോട്ടെ. ആ ചേച്ചിയിലൊക്കെ ചെന്ന് കാര്യം ചേച്ചി പറഞ്ഞ് മോനെ എക്സ്റേ എടുക്കണം. ഈ വണ്ടിയും പൊക്കിക്കൊണ്ട്, അതായത് ഈ ഉരുട്ട് വണ്ടിയും പൊക്കിക്കൊണ്ട് മോർച്ചറിയുടെ വാതൊക്കെ കൂടെ, എൻ്റെ പൊന്നടവ്, എനിക്ക് ഹരിപ്പാട്ട് ഹോസ്പിറ്റലിൽ ഏറ്റവും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തേ വൃത്തിയൊക്കെ ഉണ്ട്, സംഭവമൊക്കെ ശരിയാ. ഒരു പൈപ്പ് പൊട്ടി ഒലിക്കുന്നുണ്ട്, അതിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഒരു നല്ല അത്യാവശ്യം ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു ഹോസ്പിറ്റലാണ്. ശവം ചാവുന്നതിനെക്കാട്ടിലും വൃത്തികെട്ട വാട. അത് വേസ്റ്റ് ഒന്നും നമുക്ക് പ്രഥമ ദൃഷ്ടിയെ കാണാൻ പറ്റുന്നില്ല, ഓക്കെ, പക്ഷേ അത് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് വാട എനിക്ക് മനസ്സിലാവുന്നില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോലും ഒരു സ്മെല്ല് പോലും ഇല്ല. പ്രോപ്പറായിട്ട് അതെങ്കിലും നീക്കൊന്നും ചെയ്തുകൂടെ? ബേസിക്കായിട്ട് എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ്. ഈ മണം നമുക്ക് ഒരിക്കലും ഫോണിനകത്ത് പകർത്താൻ പറ്റത്തില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ കൊണ്ടുവരായിരുന്നു. അതുപോലെ ഈ പോകുന്നത് എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, എവിടാ കൊണ്ടുപോകുന്നത്, പ്രോപ്പർ ഒരു മാപ്പോ ചാർട്ടിങ്ങോ ബോർഡോ ഒന്നുമില്ല. നമ്മൾ രോഗിയും കൊണ്ട് വലയാവുന്നതിൻ്റെ പരമാവധി വലയണം. അവര് പിന്നെ റോഡിൽ കാണുന്ന എടുക്കുക. അവിടെ ഒന്നാമത്തെ കാര്യം രോഗികളൊന്നും വരുന്നില്ല, നല്ല കാര്യം, അങ്ങനെ ആരും വരാതിരിക്കട്ടെ. അവിടെ വരുന്നതിനേക്കാളും നല്ല വീട്ടിൽ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കണക്കിന് രോഗിയെയും കൊണ്ട് ഞങ്ങൾ എക്സ്റേ എടുക്കുന്നിടത്ത് പോയി.
എക്സ്റേ എടുക്കുന്നിടത്ത് പോയി അവരെന്തെടുക്കുമോ എനിക്കറിയത്തില്ല. ഒരു 3/4 മണിക്കൂർ അവർ അതിനകത്തിരുന്ന്. അത് കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി വന്ന് എന്താണ് എനിക്ക് അവർ ആഹാരം കഴിക്കണമെന്ന് അറിയത്തില്ല 3 മണിക്ക് നമ്മൾ കണ്ടില്ല, ഇല്ലാത്ത നമ്മൾ കാണാത്ത കാര്യം കണ്ട് അപ്പം അങ്ങനെ പറയുന്നത് മോശം. അവർ വന്ന് കുറേ നേരമായി എക്സ്റേ എടുക്കാൻ തന്നു. അതിൻ്റെ ബില്ല് അത് കൊണ്ടുപോയി ബില്ലടയ്ക്കാൻ പറഞ്ഞു. ഈ ബില്ലടയ്ക്കാൻ പറഞ്ഞ് ഇത് എവിടാ കൊണ്ടുപോയി അടയ്ക്കുന്നത്? എന്തുവാ ഒരു പ്രോപ്പർ ചാർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ തിരഞ്ഞ് പിടിച്ചുകൊണ്ട് അടച്ചിട്ട് വന്ന് രോഗിയെ ഇഞ്ചക്ഷൻ എടുപ്പിക്കണം. ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ടെസ്റ്റ് എടുത്ത് കാരണം പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എടുക്കണം. ടെസ്റ്റ് എടുക്കുന്നതിനേക്കാളും മുന്നേ ഈ എക്സ്റേ ചെയ്തതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ച്. ആദ്യമേ ലങ്ങേരെ കാണിച്ച്, ആദ്യമേ കണ്ടവനെ. അവൻ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല, ലിഗമെൻറ്റിൻ്റെ സീനുണ്ടോ, മുള്ളു കൊള്ളുന്ന പോലെ വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ലിഗമെൻറ്റിൻ്റെ സീനുണ്ടോ, പ്രശ്നമാണോ, ഒന്നും പുള്ളിക്കാരെ ഒരുവരും ആൾക്കാരെ ടെൻഷനാക്കുന്ന രീതിയിലുള്ള വർത്തമാനം. ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂടെയുള്ള ആളിനെയും കൊണ്ടുപോയി വേറെ മറ്റേ ആദ്യമേ കാണിച്ച ലേഡി ഡോക്ടറെ കാണിച്ച് പുള്ളിക്കാരി മറ്റേ വെള്ള സ്ക്രീൻ അതൊക്കെ കാണിച്ചെടുത്ത് അവിടെ കുഴപ്പമൊന്നുമില്ല, മാംസം ഉടനെയാണ്. അപ്പോൾ ഈ ആദ്യമേ പറഞ്ഞ് ഇവനെയൊക്കെ എന്തോ ചെയ്യണം, ആൾക്കാരെ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഇവരെ എന്തോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റ ബാക്കി ഉറച്ച് നിൽക്കി പ്രോപ്പറായിട്ട് പഠിച്ചിട്ടൊക്കെ തന്നെ നീ ഇതൊക്കെ. എനിക്ക് സത്യം പറയുന്ന സംശയമുണ്ട്, പെമ്പിള്ളേരിരുന്ന് പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവരെ ഈ ചേച്ചി ഇഞ്ചക്ഷൻ എടുപ്പിക്കണം, ഈ വ്യക്തി ഇഞ്ചക്ഷൻ എടുപ്പിക്കണം. ടെസ്റ്റ് എടുക്കാൻ വേണ്ടി എടുത്ത് അരമണിക്കൂർ. അത് പിന്നെ ഓക്കെ, അത് മരുന്നുണ്ടോ, അത് ഓക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അത് മരുന്ന് റിയാക്ഷൻ പോലെ നടക്കുന്നുണ്ടോ, അലർജി വല്ലതും ഉണ്ടോ എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്ന് നേഴ്സിങ്ങിൻ്റെ റൂമിലോട്ട് പോയി. 4 നേഴ്സുണ്ട്, 3-4 നേഴ്സുമാരുണ്ട്. അതിനകത്തൊരു രോഗിയുണ്ട്. ടെസ്റ്റ് എടുക്കാൻ വന്ന ചേച്ചി രോഗി ഇഞ്ചക്ഷൻ എടുക്കണം, അവർക്ക് എങ്ങനെ? അത് നിങ്ങളവിടെ നിൽക്കി, അവിടെ അതിനകത്ത് ആരുമില്ല. ഞാൻ ഈ പറയുന്ന സത്യമായിട്ട് എനിക്ക് ചെകുത്തേര് തന്നെയുള്ള കാര്യം. അതിനകത്ത് ഒരു രോഗിയുണ്ട്, അവരെ നോക്കണമെന്ന് കുഴപ്പമില്ല, ആരുമില്ല. ചേച്ചി മറ്റേ ഏണ്ട് കൊണയടിച്ചുകൊണ്ട് നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് രോഗി അവിടെ കിടന്ന വേദന കൊണ്ട് പെടയുക. അതിനിടയ്ക്ക് നേഴ്സുമാരുടെ കൊണയടി. പേഴ്സണലി പറയാം, എൻ്റെ ഗുരു കൂട്ടി എനിക്കിതൊന്നും കാണും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് കണ്ടപ്പം. അത് കഴിഞ്ഞ് അവിടെ ആ ഹോളിൽ ആരുമില്ല. ഈ കൊണ്ടുപോയ ഒരു വുമൺ, ഒരു സ്ത്രീയെയാണ് എൻ്റെ പേഷ്യൻ്റായിട്ട് ഞാൻ കൊണ്ടുപോയത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കാറിൻ്റെ പുറകിൽ നിന്ന് പറയത്തക്ക രീതിയിൽ ഒരു ബെഡ് ഇരിക്കുന്നു. അവർക്ക് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. അവർ പറഞ്ഞ് ഈ കാല് വയ്യാത്ത രോഗിയെ നടത്തിച്ചുകൊണ്ട് ഇവർ അതിനകത്ത് കൊണ്ടുപോയി. അവർ കരയോ, അവരെ എങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇതായിട്ട് തോന്നി. അവനകത്ത് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുപ്പിച്ചിട്ട് അതിനകത്ത് ഈ കോപ്പിനകത്തോട്ട് വീൽ ചെയർ കയറുമോ? ഒരു ഹോസ്പിറ്റലിൽ ബേസിക്കായിട്ട് വീൽ ചെയർ കയറാൻ പറ്റാത്ത നേഴ്സിംഗ് ഹോമുള്ള എന്തൊരു തുനിഞ്ഞ് ഏതവനാ പണിഞ്ഞുകൊണ്ട് ചെവിക്കൽ തല്ലി പൊട്ടിക്കണം പണിഞ്ഞ്. അവൻ്റെ ബുദ്ധിയും ബോധമില്ലയോ എന്ന് ആലോചിക്കേണ്ടത്. ഒരു വീൽ ചെയർ കയറാത്ത ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലം. എൻ്റെയൊക്കെ പ്രൊഡ്യൂസറിനെ പറയണമെന്ന് അത് അങ്ങനെ തന്നെ വേണം പറയാൻ. ഈ സംഭവം എല്ലാം നടക്കുന്ന മെനങ്ങയാണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ബേസിക്കായിട്ട് ഞങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന പൈസ A to Z, കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് മുതൽ കൊച്ചുങ്ങളുടെ ഡൈപ്പറിനകത്തുനിന്ന് വരെ പിഴിഞ്ഞെടുത്താൽ നിനക്കൊക്കെ ശമ്പളം തരുന്നത്. അല്ലാതെ നിനക്കൊന്നും ഫ്രീ ആയിട്ട് തരാൻ കുഞ്ഞമ്മയുടെ മക്കളൊന്നുമല്ല ഞങ്ങളുടെ ആടെ. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ശമ്പളം മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലി ചെയ്യണം. ബേസിക്കായിട്ട് ഒരു അറ്റൻഡറിനെങ്കിലും അവിടെ നിന്ന് നിർത്തിയ വലിയ ഉപകാരമായിരിക്കും. നിങ്ങൾ അറ്റൻഡറിന് ആരോഗ്യമില്ലെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ നിർത്തിയാൽ മതി. പോകുന്ന വഴിയെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ ഉപകരിക്കും. രണ്ടാമത്തെ കാര്യം, കുറച്ചും കൂടെയൊക്കെ പരിസരവും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ടൊന്ന് സൂക്ഷിക്കുക. ആ വിയേർഡ് സ്മെല്ല് വരാത്ത രീതിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. എനിക്ക് പേഴ്സണലി പറയാം, നമ്മൾ ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറി പോകുമ്പോഴുള്ള ഫീലിംഗ് ആണ് മൊത്തം ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. എൻ്റെ ഫീലിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ പോയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ECG ഒക്കെ എടുക്കുന്ന ആൾക്കാരിന്ന് ഉറങ്ങുക, ഒരു ജോലിയില്ല പുള്ളിക്ക്. അതുപോലൊക്കെ തന്നെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഒരു രോഗിയെയും കൊണ്ട് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറ്റത്തില്ല. വണ്ടാനം മെഡിക്കൽ കോളേജ്, അത് കായംകുളത്ത് കൊണ്ടായാലും ഹരിപ്പാട് കൊണ്ടുപോയാലും. പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് നീയൊക്കെ അവിടെ ഇരിക്കുന്നത് അത്രയും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നല്ല കാര്യം, ഇനി നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ പോട്ടെ. ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അത്യാഹിത വിഭാഗമാണിത്. ഒരു വീറും വൃത്തിയില്ല. ഒരു അറ്റൻഡർ പോലും, ഒരു എമർജൻസി കാര്യത്തിലാണ് ഒരു അറ്റൻഡർ പോലും ഇല്ല.
കയറി ചെല്ലുന്നിടന്ന് പറയണമെന്നുണ്ടെങ്കിൽ വിയേഡ് സ്മെല്ല് വരുമ്പോൾ തന്നെ ഫുഡ് വിയേഡ് സ്മെല്ലാണ്. ഒരു വീറും വൃത്തിയില്ലാത്ത പ്രത്യേകത വിഭാഗം.